KCBC 100 വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് ക്ലീമിസ് പിതാവ് വഴി ലോകത്തെ അറിയിക്കുകയുണ്ടായി. ആ വിവരം ക്ലീമിസ് പിതാവ് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയനോട് പ്രത്യേകമായി പറഞ്ഞു. കത്തോലിക്ക മെത്രാൻ സമിതി 100 വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അത് കേട്ട് മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് അതിന് അനുവാദം നൽകുകയുണ്ടായി. ആ 100 വീടുകളുടെ പണി പൂർത്തീകരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. 41 വീടുകൾ ഇവിടെ വിലങ്ങാട് പണിയുന്നതിനും ഏതാണ്ട് 46 വീടുകൾ പണിയുന്നതിനു വേണ്ടി മാനന്തവാടി രൂപതയെയും അത് ചൂരൽമല മേപ്പാടി എന്ന സ്ഥലത്ത് പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 13 വീടുകൾ പണിയുന്നതിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ബത്തേരി രൂപതയെയാണ്. അവരെല്ലാം അത് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണികൾ വേഗം തന്നെ പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 100 വീടുകൾ കൂടാതെ താമരശ്ശേരി രൂപത വേറെ അനേകം വീടുകൾ പണിയുന്നുണ്ട്. മാനന്തവാടി രൂപത പണിയുന്നുണ്ട്, ബത്തേരി രൂപത പണിയുന്നുണ്ട്, കോഴിക്കോട് രൂപത പണിയുന്നുണ്ട്. കോഴിക്കോട് രൂപത മേപ്പാടി എന്ന സ്ഥലത്ത് 10 വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 10 വീടുകൾ പണിയുന്നതിന് വേണ്ടി നമുക്ക് സഹായം തന്നത് നമ്മുടെ തമിഴ്നാട് മെത്രാന്മാരുടെ കോൺഫറൻസാണ്. അപ്പോൾ പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പാമ്പ്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ചില്ലിക്കാശ് കൂട്ടിക്കൊണ്ടാണ് KCBC ഈ വീടുകൾ പണിയുന്നതിന് വേണ്ടി എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ KCBCയുടെ പേരിൽ, കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ പേരിൽ നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മെത്രാൻ സമിതിയാണ് നമുക്കുള്ളതെന്ന് ഇതിലൂടെ നമ്മളെ വ്യക്തമാക്കി തരികയാണ്.